ഇന്ന് നിങ്ങൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 30-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ എം.വി. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കഥകൾ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്രാവശ്യം സംശയത്തിന് വിരുദ്ധമായി അക്കാമ്മ ഭൂരിപക്ഷത്തിനൊപ്പമാണ് നിന്നത്. റിൻസി കൂടി അനുകൂലമായ അഭിപ്രായം പറഞ്ഞതോടെ അവർക്ക് പിന്നെ കാര്യമായി സംശയമൊന്നും ഉണ്ടായില്ല. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെക്കാളും അഭിപ്രായം പറയാൻ റിൻസിക്ക് അറിവുണ്ടായി കഴിഞ്ഞു എന്ന വിവരം അക്കാമ്മയ്ക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും ചെയ്തു. വീട്ടിൽ എല്ലാവരിൽ നിന്നും അനുകൂലമായ അഭിപ്രായം ലഭിച്ചതോടെ ചെറിയാച്ചൻ കൂടുതൽ ഊർജ്ജസ്വലനായി. അത് ആദ്യമായിട്ടെങ്ങാണ്ടാണ്. തൊട്ടടുത്ത ദിവസം തന്നെ ആൻ്റണി സാറിനെ കണ്ട് കെട്ടിടം പണിയുടെ കാര്യങ്ങൾ തീരുമാനമാക്കി. നല്ല ഒരു പ്ലാൻ തയ്യാറാക്കാനും അയാളെ തന്നെയാണ് ഏർപ്പാടാക്കിയത്. പൊതുവെ വിശ്വസിക്കാവുന്ന ഒരാളാണ് എന്ന മുൻ അനുഭവം വെച്ചാണ് ആ തീരുമാനത്തിൽ അയാൾ എത്തിച്ചേർന്നത്. നേരിട്ട് ഇതുവരെയും ഒന്നും ചെയ്യിച്ചിട്ടില്ലെങ്കിലും കൂട്ടുകാർ പലരും ആൻ്റണിയെപ്പറ്റി നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. എലിസബത്തിനും റിൻസിക്കും ആ വർഷത്തെ ക്ലാസ് അവസാനിക്കാറായിരുന്നു. അതുകൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളെല്ലാവരും നന്നായി അതിനായി പരിശ്രമിക്കുകയായിരുന്നു. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം പഠനം അവൾക്കൊരു പ്രധാന കാര്യമല്ലല്ലോ. അതുകൊണ്ട് അവൾ പരമാവധി സമയം ആസ്വദിച്ച് നടക്കാൻ വഴികൾ തേടിക്കൊണ്ടിരുന്നു. അന്നത്തെ യാത്രയിൽ ഒരുവന് അപകടത്തിൽപ്പെട്ടതുകൊണ്ട് പിന്നീടൊരു യാത്ര അവൾ എത്ര ആലോചിച്ചിട്ടും ആരും കൂടെ കൂടുന്നില്ല. അതുകൊണ്ട് അവൾ യാത്രയുടെ പദ്ധതി ഉപേക്ഷിച്ചു. എന്നാൽ പോലും ഒരിക്കലാണെങ്കിലും അന്ന് ഉപയോഗിച്ച ആ മരുന്നിൻ്റെ സുഖം അവളുടെ സിരകളിൽ നിന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതേപോലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ആരുടെയെങ്കിലും ഒപ്പം പോവുക, അതേപോലെ മരുന്നടിക്കുക, ആ സുഖത്തിൽ ലയിച്ച് അങ്ങനെ ഇരിക്കുക. ഓർത്തപ്പോൾ തന്നെ എന്ത് രസം! അതിൻ്റെ സുഖത്തിനോടൊപ്പം അന്ന് അരുണിനോടൊപ്പം അനുഭവിക്കാൻ കഴിഞ്ഞതുപോലെ ഇനിയും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക. കൊതിയും മതിയും തീരുവോളം ആസ്വദിക്കണം. അങ്ങനെ ജീവിതം സാർത്ഥകമാക്കുക എന്നാണ് എലിസബത്ത് എപ്പോഴും വിചാരിക്കുന്നതും പറയുന്നതുമായ തത്വശാസ്ത്രം. തത്വശാസ്ത്രം പുസ്തകത്തിൽ അടച്ചു വച്ചിട്ട് കാര്യമില്ലല്ലോ, നടപ്പിലാക്കാനാണ് വിഷമം. എന്നാൽ അന്നത്തെ യാത്രയ്ക്ക് ശേഷം അരുണിനെ കാണുന്നത് തന്നെ വിരളമാണ്. അവനും അന്നത്തെ സംഭവത്തോടെ ഭയന്നുപോയി. എങ്ങനെ ഭയക്കാതിരിക്കും? ഒരുമിച്ച് മരുന്നടിച്ചവനല്ലേ ആ കടുങ്കൈ ചെയ്തത്. ഇനി ഒരിക്കൽ പോയി ഇതേപോലെ മരുന്നടിച്ചാൽ അന്ന് അവന് തോന്നിയതുപോലെ ഇനി തനിക്കാണ് തോന്നുന്നതെങ്കിൽ തൻ്റെ മാതാപിതാക്കൾക്ക് ആരുമില്ലാത്ത അവസ്ഥ വരില്ലേ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പ്രശ്നമില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർ പോവുകയോ ആസ്വദിക്കുകയോ ദുരിതങ്ങൾ എന്തെങ്കിലും വന്നാൽ അനുഭവിക്കുകയോ ഒക്കെ ചെയ്തു കൊള്ളട്ടെ. പക്ഷേ തൻ്റെ കാര്യം അതല്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അത്തരം വഴികളിലേക്ക് പോകരുത് എന്ന് കരഞ്ഞു പറഞ്ഞ തൻ്റെ അമ്മയുടെ മുഖം അരുണിൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല. അത്ര എളുപ്പത്തിൽ ആർക്കും അറുത്തുമാറ്റാവുന്നതല്ലല്ലോ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം. അരുണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആഗ്രഹവും അവനില്ല. അമ്മ പറയുന്നതിനപ്പുറം ഒന്നും ഇന്നുവരെയും ചെയ്യാൻ മനസ്സ് വന്നിട്ടുമില്ല. അതുകൊണ്ട് അന്ന് അവൻ അമ്മയ്ക്ക് വാക്കുകൊടുത്തു. ഇനിമേലിൽ അത്തരം കൂട്ടുകെട്ടുകളിൽ പെടില്ല എന്നും അതുപോലുള്ള യാത്രകളിൽ പോവുകയോ അത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്യില്ല എന്നും. 1-ാം വർഷത്തെ ക്ലാസുകൾ തീരാറായ ദിവസങ്ങളിൽ ഒന്നിൽ എലിസബത്ത് അരുണിനെ കണ്ടു.
തികച്ചും ആകസ്മികമായി കണ്ടുമുട്ടിയതാണ്. അതുകൊണ്ട് അവന് ഒഴിവായി പോകാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ ഒഴിവായി മാറിപ്പോകുമായിരുന്നു. നിനക്കെന്താടാ, എന്നോട് പിണക്കമാണോ? എന്തിനാടാ നിൻ്റെ എൽസയോട് നീ പിണങ്ങുന്നത്? നീയൊന്നും മനസ്സു തുറന്ന് എന്നോട് സംസാരിക്കുക പോലുമില്ലല്ലോ. നിന്നോടെനിക്ക് എന്ത് ഇഷ്ടമായിരുന്നു എന്നറിയാമോ? അത്രമേൽ ഇഷ്ടമായിരുന്നു എനിക്ക് നിന്നെ. അതുകൊണ്ടല്ലേ ഞാൻ എൻ്റെ എല്ലാം നിനക്ക് സമർപ്പിക്കാൻ തയ്യാറായത്. എന്നിട്ടും നീ എന്നിൽ നിന്നിങ്ങനെ ഒളിച്ചോടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ നിൻ്റെ അടുത്തൊന്നും ഇനി ആവശ്യപ്പെടുന്നില്ല. നീ എൻ്റെ കൂടെ എവിടെയും വരികയും വേണ്ട. എന്നാലും കുറഞ്ഞ പക്ഷം നിനക്ക് സംസാരിച്ചുകൂടെ എന്നോട്? ഒരുമാതിരി പിണക്കമുള്ളതുപോലെ നടക്കണോ? ഇവൾ ആദ്യം എൻ്റെ അടുത്ത് കൂടിയതും ഇതേപോലെ ന്യായം പറഞ്ഞുകൊണ്ടാണല്ലോ. കൂടുതലായി ഒന്നും ആവശ്യപ്പെടില്ലെന്നും ആഗ്രഹങ്ങൾ പരിമിതമാണെന്നും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ പറയുന്നതും അങ്ങനെയൊക്കെ കണക്കാക്കിയാൽ മതി. പക്ഷേ പിന്നീട് കൂടുതൽ അടുത്തപ്പോഴാണല്ലോ തനിക്ക് അവളുടെ തനി സ്വഭാവം മനസ്സിലായത്. ഒട്ടും മനസ്സില്ലാതെയാണ് അവളുടെ കൂടെ അന്ന് രാത്രി താമസിച്ചതും അവളിലേക്ക് പ്രവേശിക്കേണ്ടി വന്നതും. അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി. എനിക്ക് എന്തിനാ നിന്നോട് പിണക്കം എൽസേ? ഇത്ര കാലമോ നമ്മൾ പഠിക്കാതെ അതിലെയും ഇതിലെയും നടന്നു. ഇനിയെങ്കിലും പഠിച്ചില്ലെങ്കിൽ ശരിയാകുമോ? പരീക്ഷയ്ക്ക് എന്തെങ്കിലും എഴുതണ്ടേ? നമ്മൾ മൈസൂരിൽ പോയതിൻ്റെ ചരിത്രം എഴുതിയാൽ പോരല്ലോ പരീക്ഷയ്ക്ക്. മാർക്ക് കിട്ടണമെങ്കിൽ ആ ചരിത്രമോ അന്നത്തെ സംഭവങ്ങളോ ഒന്നും എഴുതിയാൽ പോരാ. തീർച്ചയായും പഠിച്ച് നമ്മൾ എഴുതണമെന്ന് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ എഴുതണ്ടേ? അപ്പോൾ അതിന് വായിക്കാതെയും പഠിക്കാതെയും നടന്നാൽ മതിയോ? പോരല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ അല്പം ഉൾവലിയുന്നു. എന്നെ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതല്ലേ. അവരുടെ ആഗ്രഹം പൂർണ്ണമായും സാധിച്ചില്ലെങ്കിലും കുറച്ചെങ്കിലും സാധിക്കാൻ ഞാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അവനിപ്പോൾ എന്താണാവോ പഠിക്കാനൊരാഗ്രഹം കൂടിയത്. അന്ന് അവൻ പറഞ്ഞു അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല, അച്ഛനും അമ്മയും നിർബന്ധിച്ച് അവനെ സ്കൂളിൽ വിട്ടതാണ് എന്ന്. ഇപ്പോൾ തിരിച്ചാണല്ലോ പറച്ചിൽ. എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് വരെയുള്ള പഠിപ്പ് കഴിഞ്ഞ് മതിയാക്കി എവിടെയെങ്കിലും പോകാൻ വിചാരിച്ച അവനാണ്. അതവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് +2 വരേണ്ടി വന്നത് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അവനാണ് പഠിക്കാനൊരാഗ്രഹവും താല്പര്യവും. ഇത് തന്നിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമായിരിക്കാം. അല്ലെങ്കിൽ അവൻ പേടിച്ചിട്ടുണ്ട്. ആൺപിള്ളേരാണേലും എല്ലാവർക്കും ധൈര്യം ഒരുപോലെ അല്ലല്ലോ. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മുടെ യാത്രാചരിത്രമോ യാത്രാ വിവരണമോ ഒന്നും എഴുതിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. പരീക്ഷയ്ക്ക് മാർക്ക് വേണമെങ്കിൽ അവർ പറയുന്ന സിലബസ് തന്നെ പഠിച്ച് ഉത്തരമെഴുതണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിൻ്റെ ഒരു കണ്ടുപിടുത്തമായി അവതരിപ്പിക്കുകയൊന്നും വേണ്ട. എൻ്റെ മോനെ, പഠിക്കാനാണ് നിൻ്റെ ആഗ്രഹമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഒട്ടും കളയാതെ പോയിരുന്ന് പഠിക്ക്. ഞാൻ ഏതായാലും ഇങ്ങനെയൊക്കെ ആകാനേ തീരുമാനിച്ചിട്ടുള്ളൂ. ഞാനും പോയി പരീക്ഷ എഴുതും. കിട്ടുന്നത് കിട്ടും, പോകുന്നത് പോകും. ഇവൾ ഏതായാലും പഠിച്ച് രക്ഷപ്പെടാനുള്ള ആഗ്രഹത്തിലല്ല. പൂത്ത പണം നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കി വെച്ച അപ്പൻ്റെ മകളാണ്. അതെടുത്ത് ചെലവാക്കി തീർക്കുക എന്നത് മാത്രമാണ് ഇവളുടെ ഒരേ ഒരു കടമ. ആ കടമ ഇവൾ സാമാന്യം ഭംഗിയായി തന്നെ നിർവഹിക്കുന്നുമുണ്ട്. പക്ഷേ തനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പഠനത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കാം. എൽസേ, എന്നാൽ ഞാൻ അങ്ങ് പോകാം. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് കണ്ടെന്ന് വരില്ല. സാരമില്ല, നമുക്ക് അടുത്ത വർഷം ഇവിടെ തന്നെ കാണാമല്ലോ. അടുത്ത വർഷം ആരംഭത്തിൽ കുറച്ചുകൂടി ഫ്രീ ആകും. അപ്പോൾ നമുക്ക് അല്പം കൂടി അടിച്ചു പൊളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതും കുറച്ചു നാളത്തേക്ക്. ആദ്യം കുറച്ചു നാൾ അലമ്പാക്കി നടന്നാലും സാരമില്ല. അടുത്ത വർഷവും ഇതേപോലെ പരീക്ഷാക്കാലമാകുമ്പോൾ കുറച്ച് ആക്റ്റീവായി പഠിച്ചാൽ സാമാന്യം നല്ല മാർക്ക് വാങ്ങാനുള്ള ബോധമൊക്കെ തലയ്ക്കകത്തുണ്ട്. അതും പറഞ്ഞ് അവൻ നടന്നകന്നു. അവനോട് കുറച്ചു നേരം കൂടി സംസാരിക്കണം എന്ന് എലിസബത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. എത്രയായാലും അന്ന് രാത്രി അവൻ്റെ കൂടെ തന്നെ ആയിരുന്ന നിമിഷങ്ങൾ മറക്കാൻ കഴിയില്ല. ജീവിതത്തിലെ ആദ്യ അനുഭവമാണത്.
പലരും പറയുന്നതിൻ പ്രകാരമാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കില്ല. പക്ഷേ അത്രയും കാലമൊന്നും ഓർത്തു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അനുഭവങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പഴയതിനെ ചവറ്റുകൊട്ടയിൽ എറിയണം. അനുഭവങ്ങളാണെങ്കിലും ആളുകളാണെങ്കിലും. അന്ന് വൈകിട്ട് കോഴിക്കോട്ടേക്ക് പോയപ്പോൾ ബസ്സിൽ നിന്നും സാധാരണ കാണാറുള്ള ഒരു പെൺകുട്ടിയെ കൂടുതലായി പരിചയപ്പെടാനുള്ള അവസരം കിട്ടി. മിക്ക ദിവസവും സംസാരിക്കാനേ കഴിയാറില്ല. അടിവാരത്ത് ബസ് കുറച്ചു സമയം നിർത്തിയിട്ടതാണ് അതിന് കാരണം. അതിനു മുമ്പ് 1-2 പ്രാവശ്യം വളരെ കുറച്ചു സമയം മാത്രമേ അവളോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പരിചയപ്പെടാൻ പോലും ഇതുവരെ കഴിഞ്ഞില്ല. ചാടിക്കയറി ആരോടും സംസാരിക്കുന്ന ടൈപ്പൊന്നുമല്ല അവൾ. അതുകൊണ്ട് അങ്ങോട്ട് സംസാരിച്ചു തുടങ്ങി പരിചയപ്പെടേണ്ടി വരും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അവളാണ് സംസാരം തുടങ്ങി വച്ചത്. പലപ്പോഴും ഇയാളെ കണ്ടിട്ടുണ്ടെങ്കിലും പേരോ വിവരങ്ങളോ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പേരെന്താണ്? എവിടെയാണ് പഠിക്കുന്നത്? ഏത് കോഴ്സിനാണ്? +1 ആണോ അതോ +2 ആണോ? ഞാൻ എലിസബത്ത്, എൽസ എന്ന് അടുപ്പമുള്ളവർ വിളിക്കും. മാനന്തവാടിയിലാണ് പഠിക്കുന്നത്, +1-ന്. അടുത്ത വർഷം കൊണ്ടേ അത് കഴിയുകയുള്ളൂ. ഇയാളുടെ പേര് എന്താ? കുഞ്ഞുമോൾ എന്നാണ് വീട്ടിലെല്ലാവരും വിളിക്കുന്നത്. കീർത്തി എന്ന പേരാണ് റെക്കോർഡിലുള്ളത്. എൽസയ്ക്ക് വിളിക്കാൻ എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് വിളിച്ചാൽ മതി. ഞാനും 1-ാം വർഷം തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരേ പ്രായമായിരിക്കും. അതുകൊണ്ട് ഞാൻ പേര് വിളിച്ച് തുടങ്ങാം അല്ലേ? എൽസയുടെ വീട് എവിടെയായിട്ടാണ്? കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. അവിടെ നിന്നും അധിക ദൂരം പോകേണ്ട. നിങ്ങളോ? ഞങ്ങളുടെ വീടും കോഴിക്കോട് ജില്ലയിൽ തന്നെയാണ്. എന്നാൽ അങ്ങ് സിറ്റി വരെ എത്തേണ്ട. കുന്നമംഗലത്ത് നിന്നും ഉള്ളിലേക്ക് പോകണം. ഏകദേശം 1/2 കിലോമീറ്റർ. ടൗണിൻ്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി സ്വസ്ഥമായ ഒരു സ്ഥലത്താണ്. ചേട്ടന് അഡ്മിഷൻ കിട്ടിയത് ബത്തേരി സെൻറ്റ് മേരീസ് കോളേജിലാണ്. ഡിഗ്രിക്കാണ്. അതുകൊണ്ട് ഞാനും ചേട്ടൻ്റെ ഒപ്പം തന്നെ പോന്നു എന്നേ ഉള്ളൂ. ചേട്ടൻ്റെ പേര് ചോദിച്ച് ചേട്ടനെ കൂടി പരിചയപ്പെടണം എന്ന് എലിസബത്തിന് താല്പര്യമുണ്ടായിരുന്നു. ഇവളെ കണ്ടാൽ നല്ല മിടുക്കിയാണ്. ചേട്ടനും സുന്ദരനായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തൻ്റെ സുഹൃത്ത് വലയത്തിലേക്ക് ഒരാളെ കൂടി ചേർക്കാൻ പറ്റും. അരുൺ വലിഞ്ഞ സ്ഥാനത്ത് ഒരാളെ നിയമിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എവിടെ നിന്നെങ്കിലും ഒരു മിടുക്കനെ കണ്ടുപിടിക്കണം. എന്നിട്ട് ചേട്ടൻ എവിടെ? കണ്ടില്ലല്ലോ. ഈ വണ്ടിയിൽ തന്നെ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ പിന്നിലായിരിക്കുമല്ലേ അവർ. ഏതായാലും കാണുമ്പോൾ പരിചയപ്പെടാം. എൻ്റെ ചേട്ടൻ പഠനം കഴിഞ്ഞ് ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം ഫിനാൻസ് കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ശുദ്ധ മനസ്സുകാരിയായ അവൾ വിചാരിച്ചത് എലിസബത്തിൻ്റെ ചേട്ടനും പിതാവും ഏതോ ഫിനാൻസ് കമ്പനിയിലെ ജോലിക്കാരാണ് എന്നാണ്. അപ്പോൾ തന്നെ അത് ചോദിക്കുകയും ചെയ്തു. ഏതു ഫിനാൻസ് കമ്പനിയിലെ ജോലിക്കാരാണ് അച്ഛനും ചേട്ടനും എന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും കോഴിക്കോടുള്ള സ്ഥാപനങ്ങളിൽ പലതും ഞാൻ അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ബസ് സ്റ്റാൻഡിന് ചുറ്റുമുള്ള കുറേ സ്ഥാപനങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ സ്വന്തം ഫിനാൻസ് സ്ഥാപനമാണ് എന്ന് ഈ പൊട്ടിക്ക് മനസ്സിലായില്ല. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവൾ ആ ധാരണയും വെച്ചിരിക്കുമല്ലോ. അത് വേണ്ട. ഏതായാലും ലോനപ്പൻസ് ഫിനാൻസിയേഴ്സ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര്. എൻ്റെ പിതാവിൻ്റെ പേരാണ് ലോനപ്പൻ. ജ്യേഷ്ഠൻ്റെ പേര് ജിൻസ് എന്നാണ്. ചേട്ടൻ ആ സ്ഥാപനത്തിൽ മാത്രം നിൽക്കാനല്ല കേട്ടോ. സ്ഥാപനം വിപുലീകരിക്കുകയോ അല്ലെങ്കിൽ പുതിയത് തുടങ്ങുകയോ ചെയ്യണം. സഹോദരി ഒരാളോട് കാര്യമായി വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ പുറകിലുണ്ടായിരുന്ന അവളുടെ ആങ്ങളയ്ക്ക് തീരെ സഹിച്ചില്ല. അവൻ തിരക്കിനിടയിലൂടെ മുന്നിലേക്ക് കയറി വന്നു. എന്നിട്ട് പെങ്ങളോട് ചോദിച്ചു, കുഞ്ഞുമോളെ, ഇതാരാടി നിൻ്റെ പുതിയ സുഹൃത്ത്? ഞാനിതുവരെ നിൻ്റെ കൂടെ കണ്ടിട്ടില്ലല്ലോ. കുറേ നേരമായല്ലോ രണ്ടുപേരും കൂടി ചെവി കടിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഒന്ന് സ്വർഗത്തിലേക്ക് അട്ടുറുമ്പാകാം എന്ന് വിചാരിച്ച് കയറി വന്നതാ. കീർത്തിയുടെ സഹോദരനാണ് അതെന്ന് മനസ്സിലായി.
പേരറിഞ്ഞില്ല എന്ന് മാത്രം. എലിസബത്ത് അവനെ കൊതിയോടെ നോക്കി. സൂപ്പർ സുന്ദരൻ, മീശ പൊടിച്ചു വരുന്നതേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ആൺപിള്ളേരെ കാണാൻ എത്ര രസമാണ്. പുതിയ ഹെയർ സ്റ്റൈൽ ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ മുടി ചീകിയിരിക്കുന്നു. മനോഹരമായ ചിരിയും സംസാരവും. ഒറ്റ നോട്ടത്തിൽ തന്നെ എലിസബത്തിന് അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. പ്രായത്തിലും നല്ല അന്തരമുണ്ട്. അരുണുമായി താരതമ്യം ചെയ്യുമ്പോൾ അവനേക്കാൾ എത്രയോ എത്രയോ സുന്ദരൻ. ഇവനേതോ ജിമ്മിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ശരീരം കണ്ടാൽ അങ്ങനെയേ തോന്നുകയുള്ളൂ. പെൺപിള്ളേരെ കൊതി പിടിപ്പിക്കാൻ പാകത്തിലുള്ളതാണ് അവൻ്റെ ശരീരം. സാധാരണക്കാർക്ക് തന്നെ കൊതി വരുമെങ്കിൽ പിന്നെ തൻ്റെ കാര്യം പറയണമോ? എലിസബത്തിന് അവനെ പരിചയപ്പെടാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. അടുത്ത യാത്രയിൽ ഇവനോടൊപ്പം ആയിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം അവൾ ഓർത്തു. ചേട്ടൻ്റെ പേരെന്താണെന്ന് ഇവൾ പറഞ്ഞില്ല ഇതുവരെ. ചേട്ടനുണ്ടെന്നും ചേട്ടൻ ബത്തേരിയിലാണ് പഠിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞു. പേര് പറയാൻ അവൾ മറന്നുപോയതായിരിക്കും. അവൾ മറന്നാലും എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അറിയേണ്ടത് എനിക്കല്ലേ? ഏതായാലും ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ്റെ പേരെന്താണ്? എന്താണ് ഞാൻ വിളിക്കേണ്ടത്? അതിനു മാത്രമായിരിക്കുമോ ആവൂ. ഒറ്റ നോട്ടത്തിൽ തന്നെ അല്പം കൂടിയ മുതലാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ വിളിക്കാൻ വേണ്ടി മാത്രമായിട്ടാണോ പേരറിയുന്നത് എന്നാണ് ഒരു സംശയം. എലിസബത്ത് മെല്ലെ അരുണിനെ വിട്ട് കീർത്തിയുടെ ചേട്ടനിലേക്ക് ചായുകയാണോ? അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത ലഭിക്കും. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും ഓർക്കണേ. കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവർക്ക് കൂടി കേൾക്കാൻ കഴിയുമല്ലോ. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കേ.